സുബൈർ സലഫിയാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടും ബലിപെരുന്നാളും അതുമായി പീസ് റേഡിയോ ഒരുക്കുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾക്കിടയിൽ മക്കയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ സമയം ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. മക്കയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾ ആ സ്ഥലത്തിന് നൽകിയ പ്രാധാന്യം എത്രയുണ്ടെന്നറിയുന്ന ഒരു വ്യക്തിക്കായിരിക്കും കൂടുതൽ പഠിക്കാൻ താല്പര്യം തോന്നുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ല. മക്കയോടുള്ള സംസാരത്തിൽ പറയുന്നുണ്ട്, മക്ക, നീ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഉത്തമമായ സ്ഥലമാണ്. വഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനമുള്ളത് നിനക്കാണ്. വലൗല അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടുന്ന് എവിടേക്കും പുറത്തു പോകില്ലായിരുന്നു. ഈ ഒരു ഹദീസ് മക്കയുടെ പ്രാധാന്യത്തെ, അതിൻ്റെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള അതിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിച്ചത്. മറ്റൊരു ഹദീസിലും ഇതുപോലത്തെ ഒരു ആശയം നിറഞ്ഞ വാക്ക് കാണാം, മാ അത്യബകി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ. ഇത്ര ഹൃദയഹാരിയായ ഒരു രാജ്യം ഏതാ ഉള്ളത്? എനിക്കേറെ ഇഷ്ടപ്പെട്ട മറ്റേത് രാജ്യം ഏതാ ഉള്ളത്? അതുകൊണ്ട് തന്നെയാണ് മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ബലദ, ഈ തീർച്ചയായും ഈ രാജ്യം, ഹറമഹുല്ലാഹ് യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ പവിത്രമാക്കി പരിശുദ്ധമാക്കി കണ്ടതാണ് ഈ ഭാഗത്തെ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫഹുവ ഹറമുൻ ബിഹുർമത്തില്ലാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇത് ഹറമായി പവിത്രമായ പ്രദേശമായി ഇത് മാറ്റപ്പെടുക തന്നെയാണ്. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ഖുർആനിലൂടെ ഓതിപ്പോകുന്ന ഏതൊരു വ്യക്തിക്കും പ്രധാനമായും ഏറ്റവും ചെറിയ സൂറത്തുകളിൽ പോലും അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നുണ്ട്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അവിടെ ഈ രാജ്യത്തെ സത്യം ചെയ്യുന്നു എന്ന് പറയുന്ന ആ വിശേഷണത്തിൽ അത് മക്കയാണെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചു പറയുന്നുണ്ട്. വത്തീനി വസ്സൈത്തൂൻ സൂറത്ത് ഇങ്ങനെ ഓതിപ്പോരുമ്പോഴും കാണാം, വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വത്തിന്റെ രാജ്യം എന്ന് പറയുന്നുണ്ട്. എല്ലാം മക്കയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ മണ്ണാണ് മക്ക. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, റബ്ബേ ഈ രാജ്യത്തെ നിർഭയത്വത്തിന്റെ രാജ്യമാക്കണേ. അവിടെ അതെല്ലാം മക്കയെ കുറിച്ചാ പറയുന്നത്. ദജ്ജാല്, ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ ഫിത്നകളിൽ, ഷർറുകളിൽ പെട്ടതാണ് ദജ്ജാലിന്റെ ഷർറ്. എന്നാൽ എല്ലാ ഏരിയയും പ്രദേശങ്ങളെയും ബാധിക്കുമ്പോഴും ഇല്ല മക്ക വൽ മദീന, ഈ രണ്ട് സ്ഥലങ്ങളെ ദജ്ജാലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങനെയാ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്? ലൈസ ലഹു മിൻ നഖാബിഹാ നഖബുൻ ഇല്ലാ അലൈഹിൽ മലായിക, അവിടെ മലായിക്കത്തുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. യഹ്രിസൂനഹ, അതിൻ്റെ കാവൽക്കാരായിക്കൊണ്ട്. മക്കയിലേക്കും മദീനയിലേക്കും വന്നെത്താൻ കഴിയാതെ ദജ്ജാലിനെ, അവൻ്റെ ഷർറുകളെ തൊട്ട് തടയാനുള്ള മലായിക്കത്തുകൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ പ്രധാനപ്പെട്ട സങ്കേതമായി കൊണ്ട് അവസാനം ചുരുങ്ങുന്നത് ഈ മക്കയിലേക്കും മദീനയിലേക്കുമാണ്.
വഹുവ യഇരിസു ബൈനൽ മസ്ജിദൈനി, രണ്ട് മസ്ജിദുകൾക്കിടയിൽ അവസാന കാലത്ത് ഇസ്ലാം ചുരുങ്ങും, പാമ്പുകൾ മാളത്തിലേക്ക് വലിയുന്ന പോലെ എന്ന് വിശദീകരിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇരുന്ന് ചിന്തിക്കേണ്ടുന്ന ചില വസ്തുതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മാത്രവുമല്ല, ഖുർആൻ തന്നെയും മക്കയെക്കുറിച്ച് പറഞ്ഞ വാക്ക് പ്രയോഗങ്ങൾ തന്നെയും കാണാം. നിർഭയത്വത്തിന്റെ കേന്ദ്രമാണ്. ആരാണ് ആഗ്രഹിക്കാത്തത്? മസാബത്തൻ ലിന്നാസി വ അംന, ജനങ്ങളെല്ലാം സമ്മേളിക്കുന്ന നിർഭയത്വത്തിന്റെ രാജ്യമെന്ന് ഈ മക്കയെക്കുറിച്ചാണ് വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അറേബ്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹിജാസിലെ ഒരു പ്രദേശം, കൃഷിക്ക് പോലും യോഗ്യമല്ലാത്ത കുന്നുകളും മലകളും താഴ്വരകളും നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് മക്ക എന്ന് പറയുന്നത്. മദീനയിൽ നിന്ന് 430 കിലോമീറ്ററാണ്. മക്കയുടെ അടുത്ത പ്രദേശമാണല്ലോ നമുക്ക് പരിചയമുള്ള ജിദ്ദ, അവിടെ നിന്ന് 73 കിലോമീറ്ററാണ് കഅബന്റെ അടുത്തേക്ക്. ഈ കുന്നും മലകളും താഴ്വരകളും നിറഞ്ഞ ഈ പ്രദേശത്ത് ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗങ്ങളും ഉണ്ടാകും. ഉയർന്ന ഭാഗങ്ങളെ മുഅല്ല എന്നും താഴ്ന്ന പ്രദേശങ്ങളെ മിസ്ഫല എന്നുമാണ് പൊതുവിൽ അറിയപ്പെടാറുള്ളത്. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ എവിടെയാണ് താമസം എന്ന് പറഞ്ഞാൽ മിസ്ഫലയിലാണ് അല്ലെങ്കിൽ മുഅല്ലയിലാണ് എന്നൊക്കെ അവർ പറയാറുണ്ട് പൊതുവെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സത്യത്തെ പഠിക്കുകയാണെങ്കിൽ ഭൂമിയുടെ മധ്യഭാഗത്തായിക്കൊണ്ടാണ് മക്ക സ്ഥിതി ചെയ്യുന്നത് എന്ന് ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അതൊരു വലിയ സവിശേഷതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അവിടുത്തെ പൊതുവെയുള്ള കാലാവസ്ഥ ചൂടാണെന്നും 45 ഡിഗ്രിക്ക് മുകളിൽ വരെ ചൂട് ഉണ്ടാവാറുണ്ട് എന്നുള്ളതുമൊക്കെ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ ഈ ഒരു ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി പല പേരുകളിലായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലായിടത്തും മക്ക എന്നല്ല ഖുർആൻ പറയുന്നത്. ചില സ്ഥലത്ത് മക്ക എന്നാണ് പറയുന്നതെങ്കിൽ ചില സ്ഥലത്ത് ബക്ക എന്നാണ് പറയുന്നത്. ബക്കത്ത മുബാറക. ചില ആയത്തുകളിൽ അത് മക്കയെക്കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. ലിതുൻദിറ ഉമ്മൽ ഖുറ, ഉമ്മുൽ ഖുറ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് മക്കയെക്കുറിച്ചാണ്. ബലദിൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതും ഈ ചരിത്രത്തിൽ ഈ ഭാഗത്തെക്കുറിച്ചാണ്. അൽ ബലദി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഖറിയത്ത് എന്നും വിശദീകരിച്ച് കാണാൻ സാധിക്കും. മആദ്, ചില പ്രയോഗങ്ങൾ കാണാം. മആദ്, മക്കയെ വിളിച്ച മടക്ക സ്ഥലം എന്നർത്ഥം വരുന്ന വിളികളും നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം തന്നെ നമുക്ക് ഈ മക്കയുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായ ഒട്ടനേകം സംഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, മക്കയുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഴക്കത്തിലേക്ക് പോകേണ്ടി വരും. മലക്കുകളാണ് മക്കയ്ക്ക് അസ്ഥിവാരമിട്ടത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ വരെ അവിടെ താമസമാക്കിയതായിട്ട് സീറകളിൽ, ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ക്രിസ്താബ്ദം 2000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടേക്ക് വരുന്നതും കഅബാലയത്തിനെ പണിത് ഉയർത്തുന്നതും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സഹായിച്ചതും ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം ഉറങ്ങുന്ന സഫാ മർവയും അതിൻ്റെ ബാക്കിയായി സംസമും, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ പുണ്യമാക്കപ്പെട്ട മക്കയിലാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ മഖാമു ഇബ്രാഹിം, തവാഫ് കഴിഞ്ഞ 2 റക്അത്ത് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്ഥലല്ലേ മസ്ജിദുൽ ഹറാം. കഅബാലയത്തിനെ പൊതിഞ്ഞു നിൽക്കുന്ന, ചുറ്റി നിൽക്കുന്ന മസ്ജിദുൽ ഹറാം, 1 ലക്ഷത്തോളം പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്ന നമസ്കാരമുള്ള മസ്ജിദുൽ ഹറാം മക്കയിലാണുള്ളത്. ഇതെല്ലാം അതുപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ സവിശേഷതയും മഹത്വവും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയാണ്, കഅബയെ ചുറ്റിപ്പറ്റിയിരിക്കുകയാണ്. ഇനി അതോടൊപ്പം തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ച് പ്രവാചകത്വം ആരംഭിച്ച പ്രദേശം എവിടെയാണ്? മക്കയാണ്. 13 കൊല്ലക്കാലത്തെ ഹിജറക്ക് മുമ്പുള്ള ചരിത്രമെല്ലാം മക്കിയായ സൂറത്തുകൾ അവതരിച്ച, ഒട്ടനേകം സംഭവ ബഹുലമായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഹബ്ബാബ്, അതുപോലെ തന്നെ ഹുബൈബ്, ആലി യാസിർ കുടുംബങ്ങളെല്ലാം ഒരുപാട് വേദനകൾ സഹിച്ച
ബിലാൽ ബിൻ റവാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടകരമായ കഥകളുടെ തുടക്കം കുറിക്കപ്പെട്ട ഒട്ടനേകം സംഭവങ്ങൾക്ക് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ ചരിത്രം ഉറങ്ങുന്ന മക്ക നമ്മളേറെ സ്നേഹിക്കേണ്ടുന്ന, ഇഷ്ടപ്പെടേണ്ടുന്ന, പഠിക്കേണ്ടുന്ന, കാണേണ്ടുന്ന ഒരു രാജ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. ഹജ്ജിന്റെ പ്രദേശങ്ങളെല്ലാം നടക്കുമ്പോഴെല്ലാം അത് മക്കയുമായി ബന്ധപ്പെട്ടാണല്ലോ നടക്കുന്നത്. മദീനയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കർമ്മവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഹജ്ജിന്റെ മശാഇറുകൾ എല്ലാം അവിടെയാണുള്ളത്. മിന, മുസ്ദലിഫ, ജംറാത്തുകൾ, അറഫ, അൽ ഹജ്ജു അറഫ എല്ലാം മക്കയിലാണ്. അറഫയിലേക്ക് 22 കിലോമീറ്റർ ആണ് ഏകദേശം അവിടുന്ന് കഅബാലയത്തിന്റെ പരിസരത്തു നിന്ന് വരുന്നത്. എല്ലാ ഭാഗങ്ങളും അത്തരത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കഅബയുടെ, മക്കയുടെ ചരിത്രത്തിലേക്കാണ് അതൊക്കെ കടന്നു വരുന്നത്. ധാരാളം പള്ളികൾ മക്കയുമായി ബന്ധപ്പെട്ട് നമുക്ക് സവിശേഷതയാർന്ന പള്ളികൾ ഉണ്ട്. മൊത്തത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് പള്ളികൾ. എന്നാൽ മക്കയിലെ പള്ളികൾക്ക് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയത്ത് നമസ്കരിക്കാൻ പറ്റുന്ന, വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന മസ്ജിദുൻ നമിറ, അറഫയിലെ പള്ളി, മസ്ജിദുൽ ഖൈഫ് 70ഓളം അമ്പിയാക്കന്മാർ സന്ദർശിച്ച പള്ളിയാണെന്ന് പറയപ്പെടുന്നു. മഷ്അറുൽ ഹറാം, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഭാഗം പള്ളിയും അതൊക്കെ അവിടെ തന്നെ മക്കയുടെ പരിസരത്താണ്. ജോറാനയിലെ മസ്ജിദ്, മസ്ജിദുൽ ഷജറ, മസ്ജിദുർ റായ, മസ്ജിദുൽ ഫത്ഹ്, ഓരോ ചരിത്രവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ സമയം സന്ദർഭം ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. പർവ്വതങ്ങൾ, മലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മക്കയിൽ എല്ലാ മലകളെയും ഒരുപോലെ കാണാൻ കഴിയില്ല. അവിടെ ജബലുന്നൂർ ഉണ്ട്. വിശുദ്ധ ഖുർആൻ അവതീർണമായ ജബലുന്നൂർ. ജബൽ റഹ്മയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ സമ്മേളിച്ചപ്പോൾ ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ പറയുന്ന ജബലു റഹ്മ. സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന ഹിജറ വേളയിലെ ചരിത്രത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം വെക്കുന്ന ജബൽ സൗർ ഉള്ളത് മക്കയിലാണ്. സൗർ ഗുഹയ്ക്ക് അവിടെയാണല്ലോ വരുന്നത്. ജബൽ അബി ഖബൈസ്, ജബൽ സ്വബീർ, വാദി മുഹസ്സർ, നമ്മുടെ അസ്ഹാബുൽ ഫീലിന്റെ കഥയൊക്കെ പറയുന്ന ആനക്കലഹ സംഭവത്തിന്റെ പശ്ചാത്തലം വിശദീകരിക്കുന്ന വാദി മുഹസ്സർ മക്കയിലാണ്. വാദി ഉറന മക്കയിലാണ്. ഷഅബു അബി ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് താമസം മാറേണ്ടി വന്ന 3 കൊല്ലക്കാലത്തെ ഉപരോധത്തിന് വേണ്ടി ആ മക്കക്കാർ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് മാറി താമസിച്ച ഷഅബു അബി ത്വാലിബ് മക്കയുടെ ചരിത്രത്തിലാണ് വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വിശ്വാസിക്ക് പഠിക്കാനും ചിന്തിക്കാനും ഒട്ടനേകം സംഭവങ്ങൾ അവിടെയുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം ഉറങ്ങുന്ന വീട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വിവാഹം കഴിച്ച ഖദീജ ബീവിയുടെ താമസ സ്ഥലം, വീട് പരിശുദ്ധ മക്കയിലാണ്. അതുപോലെ തന്നെ ദാറുൻ നദ്വ, ഇസ്ലാമിക ചരിത്രത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ദാറുൽ അർഖമും ദാറുൻ നദ്വയും ഒക്കെ അവിടെയാണുള്ളത്. ഖദീജ ബീവിയെ പോലെ ആദ്യകാലത്ത് മുസ്ലിമീങ്ങളെ, പിൽക്കാലത്തുണ്ടായിരുന്ന പല പ്രമുഖര്, മറ്റു പലര് മക്കയിൽ അറിയപ്പെടുന്ന ഖബർസ്ഥാൻ, മഖബറത്തു മുഅല്ല എന്നറിയപ്പെടുന്നത്, ഇതെല്ലാം കഅബാലയത്തിന്റെ പരിസരത്താണ് നിൽക്കുന്നത്, മക്കയുടെ പരിസരത്താണ് നിലകൊള്ളുന്നത്. ഇവിടെയാണ് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഈ മക്കയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, വായിക്കുമ്പോൾ ഒട്ടനേകം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്രയുടെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ അവിടെ കഅബാലയത്തിന്റെ പരിസരത്ത് മക്കത്തു നിന്നാണല്ലോ ഇത് ആരംഭിക്കുന്നത്. പിന്നീട് നീണ്ട 10 വർഷം അവസാനത്തെ കാലഘട്ടം മദീനയിലേക്കുള്ള ഹിജറക്ക് ശേഷമുള്ള ജീവിതമാണല്ലോ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ 13 കൊല്ലം ഇറങ്ങിയ വിശുദ്ധ ഖുർആനിലെ ചരിത്ര സംഭവങ്ങളെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഓരോ സന്ദർഭങ്ങൾ ഇറങ്ങാനുള്ള കാരണങ്ങളൊക്കെ പഠിക്കുമ്പോൾ, മക്കയിൽ അങ്ങേയറ്റത്തെ ക്ഷമയായിരുന്നു ആയുധമായിട്ട് കയ്യിലുണ്ടായിരുന്നത്. ധാരാളം മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ മണ്ണിനോട് വിട പറയുമ്പോൾ അതിൻ്റെ അതിർത്തി കടന്നു പോകുന്നതിൻ്റെ വഴിയാണ് പ്രാർത്ഥിക്കുന്നത്, പടച്ച റബ്ബേ, ഈ നാട്ടുകാർ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകില്ലായിരുന്നു. ഹിജറ പോയ
ആ ആദ്യകാല മുഹാജിരീങ്ങളൊക്കെ അവരുടെ വീടും സ്ഥലവും കുടുംബവും എല്ലാം ഇട്ടെറിഞ്ഞ് വിട്ടേച്ചുകൊണ്ട് ആ മക്കയിൽ നിന്ന് സങ്കടത്തോടെയാ പോയത്. അന്ന് അവർക്കുണ്ടായിരുന്ന തടസ്സം അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു. അവർക്ക് അവരുടെ ഈമാനികമായ അവരുടെ ഇബാദത്തിന്റെ ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ മക്ക വിട്ടുപോയത്. എന്നിട്ട് മദീനയിൽ ജീവിതം ആരംഭിക്കുകയാണ്. നീണ്ട 430 കിലോമീറ്ററുകളുടെ ദൈർഘ്യമേറിയ ആ 9, 10, 11 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ പശ്ചാത്തലങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി എത്ര ആളുകൾ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി. അറിയപ്പെടുന്ന ഉഖാദയും ദുൽമജന്നയും ദുൽമജാസും അടക്കമുള്ള വലിയ മാർക്കറ്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ആ ചരിത്രങ്ങളെ എടുത്ത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈമാനികമായി ആവേശമുണ്ടാകാനും ഇസ്ലാമിക ചരിത്രത്തിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എത്ര സത്യമാണ് എന്നും ഇസ്ലാം എത്ര സത്യമാണ് എന്നും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിന് തുമഇനീനത്തോടെ യഖീനാക്കി തരുന്ന ഒട്ടനവധി നേർസാക്ഷ്യങ്ങളുടെ നഗരിയാണ് മക്ക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളിലെല്ലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകളുടെ അലയൊലികളാണ് കാണാൻ സാധിക്കുന്നത്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മറ്റൊരു ആയത്തിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ കാണാം, മറ്റൊരു ഭാഗത്ത് അത് പറയുന്നത് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ പ്രദേശത്തെ സമറാത്ത് കൊണ്ട് റിസ്ഖുണ്ടാക്കി കൊടുക്കണേ എന്ന്. നിർഭയത്വവും സമറാത്തും ലഭിക്കപ്പെടുക, ജനങ്ങൾ കൂട്ടമായി അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി പുറപ്പെടുക, ഹജ്ജിനും ഉംറക്കും വേണ്ടി ജനങ്ങൾ അവിടെ എത്തിപ്പെടുക. എന്തെല്ലാമാണ് നമുക്ക് ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഈ പരിശുദ്ധമായ മക്ക പരിസരത്തെ നമ്മൾ ഇനിയും വായിക്കാനും പഠിക്കാനും ഉപയോഗപ്പെടുത്തുക. അവിടെയുള്ള ആളുകളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. വായിക്കാൻ പറ്റാവുന്ന ധാരാളം പുസ്തകങ്ങൾ, കൃതികൾ നമ്മുടെ മുമ്പിലുണ്ട്, ചരിത്ര ലേഖനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഹറമായി ലഭിക്കപ്പെട്ട ഒട്ടനേകം സംഭവങ്ങൾക്ക് നേർസാക്ഷ്യം വഹിച്ച, ഇന്നും ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ മക്കയുടെ ചരിത്രത്തിലേക്ക്, മക്കയുടെ തീരത്തേക്ക് ചെന്നെത്താൻ, അവിടെ കാണാൻ, വീണ്ടും അവിടേക്ക് എത്തിപ്പെടാൻ പടച്ച റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവതയ്ക്കാകെ ആരാധന നിർവഹിക്കാൻ